ഓൺലൈൻ മണി മേക്കിംഗ് പലരും പലപ്പോഴായി പറഞ്ഞു കേട്ടിട്ടുള്ളൊരു ടോപ്പിക്. ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഈ ലോകത്തേക്ക് ഇറങ്ങി വിജയിച്ചിട്ടും പരാജയപ്പെട്ടിട്ടും ഉണ്ടാകാം. ഈ ലോകത്തിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ 5 മെത്തേഡ്സും അതിന് കൊടുത്തിട്ടുള്ള റേറ്റിംഗ്സും. ആദ്യത്തേത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആൻഡ് സീനിയർ സിറ്റിസൺ സേവിങ് സ്കീംസ്. പക്ഷേ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായി തോന്നാം. അപ്പോൾ ഓൺലൈൻ ആപ്സ് വഴി 9.5 ഇൻട്രസ്റ്റ് റേറ്റ് വരെ കിട്ടുന്ന രീതിയിൽ നമുക്ക് ഡെപ്പോസിറ്റ് ഇടാവുന്നതാണ്. ഡെപ്പോസിറ്റ് ഇടുന്നതിന് മുമ്പ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ബാങ്കിന് DICGCയുടെ കവറേജ് ഉണ്ടോയെന്ന്. DICGCയുടെ കവറേജ് ഉണ്ടെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റിൽ 5 lakh വരെ നമുക്ക് ഇൻഷുർഡ് ആയിരിക്കും. നിങ്ങൾ 5 lakhന് മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് DICGC കവറേജ് ഉള്ള ബാങ്കിലിടാൻ ശ്രദ്ധിക്കുക. DICGC എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പർട്ടിക്കുലർ ഡിവിഷനാണ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. ഈ കോർപ്പറേഷനിൽ കവറേജ് ആയിട്ടുള്ള ബാങ്ക്സിൽ എന്തെങ്കിലും പറ്റിപ്പോയാൽ കൂടി അവരുടെ ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഫണ്ട് 5 ലക്ഷം വരെ ഇൻഷുർഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 5 ലക്ഷം വരെയുള്ള ഫണ്ട് DICGC തിരിച്ചു നൽകുന്നതാണ്. അടുത്തത് സീനിയർ സിറ്റിസൺ സേവിങ് സ്കീം. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്പോൺസേഡ് സ്കീം ആയതുകൊണ്ട് തന്നെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇതിൽ 3 തരത്തിലുള്ള ആൾക്കാരാണ് എലിജിബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ 60 വയസ്സിന് മുകളിലായിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ VRS എടുക്കുമ്പോൾ 55 വയസ്സിന് മുകളിലായിട്ടുള്ളതായിരിക്കും, ഇല്ലെങ്കിൽ 50 വയസ്സിന് മുകളിലായിട്ടുള്ള ഡിഫൻസ് സർവീസിലുള്ള ആൾക്കാരായിരിക്കും. ഇതിൽ നമുക്ക് 1000 രൂപ മുതൽ 30 ലക്ഷം വരെ ഡെപ്പോസിറ്റ് ഇടാവുന്നതാണ്. ഈ സ്കീം വഴി നമുക്കിപ്പോൾ 8.2% ഇൻട്രസ്റ്റ് ലഭിക്കുന്നതാണ്. ഈ മെത്തേഡ് വഴി ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു വരുമാനം വർഷങ്ങൾ കിട്ടുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഒരു സ്കില്ലിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ ടൈം കൺസ്യൂമിങ്ങും ക്യാപിറ്റൽ റിക്വയർമെൻറ്റും ഡിപ്പെൻഡബിൾ ആണ്. നമുക്ക് ഓരോന്നനുസരിച്ചിട്ട് അത് ഇടാവുന്നതാണ്. ഈ മെത്തേഡ്സ് റിസ്ക് ഓൾമോസ്റ്റ് നില്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് 5ന് 4 റേറ്റിംഗ് കൊടുക്കും. രണ്ടാമത്തത് ബ്ലോഗിങ്. നിങ്ങൾക്ക് ക്രിയേറ്റീവ് ഒരു കഴിവുണ്ടെങ്കിൽ ട്രൈ ആവുന്നൊരു ഓപ്ഷനാണ് ബ്ലോഗിങ്. ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ക്യാപിറ്റലിൻ്റെയോ കോസ്റ്റിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ബ്ലോഗർ ബെഡ് പ്രസ് പോലത്തെ സൈറ്റുകളിൽ നമുക്ക് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓരോരുത്തർക്കും അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട്, ചിലർക്ക് മേക്കപ്പ് ആവാം, ചിലർക്ക് കുക്കിംഗ് ആവാം. ഞാൻ ഫിനാൻസ് ആയിരുന്നു. അങ്ങനെ അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് കണ്ടൻറ്റ് ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഗൂഗിൾ ആഡ്സെൻസ് വഴി അപേക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം വരുന്ന ഓരോ വ്യൂവേഴ്സിനും ഈ ആഡ് കണ്ടനുസരിച്ചിട്ട് നമുക്ക് പൈസ കിട്ടി തുടങ്ങും. പിന്നെ ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റ് എത്രയോളം പെട്ടെന്ന് റീച്ച് എത്തും അനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ അത് 6 മാസം എടുക്കാം, 1 വർഷം എടുക്കാം. ഓരോ ബ്ലോഗ് അനുസരിച്ചിട്ട് അതിന് മാറ്റം വരും. അതുകൊണ്ട് തന്നെ ഇതിന് ഞങ്ങൾ കൊടുക്കുന്ന റേറ്റിംഗ് 5ന് 3 ആണ്. മൂന്നാമത്തത് ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇപ്പോൾ നമ്മളെല്ലാവരും, നമ്മളും നമ്മളെ ഫാമിലിയിലുള്ളവരും നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഓൺലൈൻ വഴി ആമസോൺ വഴി പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഈ പർച്ചേസ് ചെയ്യുന്നതിൽ ചെറിയൊരു കമ്മീഷൻ നമുക്ക് കിട്ടിയാലോ, അതാണ് ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ആമസോൺ അസോസിയേറ്റ്സ് എന്ന സൈറ്റ് വഴി നമുക്ക് ഇതിന് അപേക്ഷിക്കാം. ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിൽ ഓരോ പ്രൊഡക്റ്റിനും ലിങ്ക് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ലിങ്ക് വഴി നമ്മുടെ സുഹൃത്തുക്കളോ ഫാമിലിയോ ആരെങ്കിലും പർച്ചേസ് ചെയ്താൽ ഒരു പർട്ടിക്കുലർ കമ്മീഷൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതിൽ ഓരോ പ്രൊഡക്റ്റിനും നമുക്ക് കമ്മീഷൻ ഓരോന്നാണ്. നമ്മൾ രണ്ടാമത് പറഞ്ഞ ബ്ലോഗ് വഴി നമുക്ക് നല്ലൊരു ഓഡിയൻസ് ആൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതുവഴി നമ്മൾ ഈ ലിങ്ക്സ് ഇട്ടാൽ ഈ നമ്മുടെ ഓഡിയൻസ് ഇതുവഴി പർച്ചേസ് ചെയ്ത് നമുക്ക് നല്ലൊരു കമ്മീഷൻ അതുവഴിയും കിട്ടാവുന്നതാണ്. ഇതിനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ക്യാപിറ്റലിൻ്റെ ആവശ്യമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്ത് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു വരുമാനം ഇതുവഴി ഉണ്ടാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് 3.5 റേറ്റിംഗ് കൊടുക്കും. നാലാമത്തത് ട്രേഡിംഗ്. ഞാൻ ഈ പറയുന്ന 5 മെത്തേഡ്സിൽ ഏറ്റവും റിസ്ക് ഉള്ള മെത്തേഡാണ് ട്രേഡിംഗ്. നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് സെറോദ, ആപ്പ് സ്റ്റോക്സ് പോലത്തെ ആപ്പ് വഴിയെല്ലാം നമുക്കിപ്പോൾ ട്രേഡിംഗ് നടത്താവുന്നതാണ്. ട്രേഡിംഗ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇഷ്ടപ്പെട്ട ഒരു ഷെയർ ചൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കയ്യിൽ ഇപ്പോൾ ഉദാഹരണമായി ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ കമ്പനി ഒരു 9000 രൂപ തരും. ഇങ്ങനെ 10,000 രൂപയ്ക്ക് നമുക്ക് ആ ഷെയർ പർച്ചേസ് ചെയ്യാം. അന്നത്തെ ദിവസത്തെ ഷെയർ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന മുമ്പേ തന്നെ നമ്മളതിനെ സെല് ചെയ്യണം. ഒരു പക്ഷേ നമുക്ക് പ്രോഫിറ്റ് കിട്ടാം. ഇപ്പോൾ ഇൻക്ലൂഡിങ് നഷ്ടത്തിലാണെങ്കിൽ കൂടി നമുക്ക് ഡേ എൻഡ് ക്ലോസ് ആവുന്ന മുമ്പ് നമ്മൾ സെല് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതിൽ അത്യാവശ്യം നല്ലൊരു റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞത്. ഈ മെത്തേഡിന് നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്യാപിറ്റലും സ്കില്ലും ആവശ്യമുണ്ട്. ഇതിന് ഇത്രയും റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 5ന് ഞാൻ ഇതിന് 3 ആണ് കൊടുക്കുന്നത്. ഏറ്റവും അവസാനത്തതും 5ാമതുമായ മെത്തേഡാണ് യൂട്യൂബ്. ഈ മെത്തേഡ് നമുക്ക് ഏറ്റവും കൂടെ ആവശ്യമുള്ളത് നമ്മുടെ സ്കിൽസ് തന്നെയാണ്. രണ്ടാമത്തെ മെത്തേഡായ ബ്ലോഗർ പറഞ്ഞോളൂ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമുക്ക് ടേസ്റ്റ് അനുയോജ്യമായൊരു ടോപ്പിക് എടുക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും ഷോർട്സും ക്രിയേറ്റ് ചെയ്യുക. ഇതിൽ നമുക്ക് ഗൂഗിൾ ആഡ്സെൻസ് എലിജിബിലിറ്റി കിട്ടാനായിട്ട് 1000 സബ്സ്ക്രൈബേഴ്സും, വീഡിയോസിനായിട്ട് 4000 മണിക്കൂർ വ്യൂവേഴ്സും, ഷോർട്സ് ആണെങ്കിൽ 10 മില്യൺ വ്യൂവേഴ്സും ആവശ്യമുണ്ട്. ഇത് കിട്ടിയതിന് ശേഷം നമുക്ക് ഓരോ വ്യൂസിനും കിട്ടുന്ന ആഡിനനുസരിച്ച് ഇൻകം കിട്ടുന്നതാണ്. നമ്മൾ ചിലവാക്കുന്ന ടൈമാണ് ഇതിലെ ഏറ്റവും വലിയ ക്യാപിറ്റൽ. ഇതിന് ഞങ്ങൾ കൊടുക്കുന്ന റേറ്റിംഗ് 5ന് 3 ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതല്ലാതെ മറ്റു മെത്തേഡുകളെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.